ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കത്തിയൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ വെളുത്തുള്ളിൻ്റെ ഒക്കെ തൊലി സിമ്പിളായിട്ട് എങ്ങനെ കളയാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടിപ്പ് കാണിക്കുന്നുണ്ട്. ആദ്യത്തേത് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയാ മതിയെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സിമ്പിളായിട്ട് തൊലി കളയാൻ നോക്കാം. രണ്ടാമത്തേത് നമ്മൾ ഒരുപാട് വെളുത്തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പെട്ടെന്ന് തന്നെ, അതായത് 5 മിനിറ്റിൽ തൊലി കളഞ്ഞെടുക്കാനുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ഗ്രേറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഓരോ അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി നമുക്ക് പിന്നെ ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആദ്യത്തെ ടിപ്പ്. ഇനി അടുത്ത ടിപ്പ് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ അച്ചാറിനോ അങ്ങനെയൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഉള്ളി തൊലി കളയില്ലേ, അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ തൊലി കളയാനായിട്ട്. അപ്പോൾ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. വെളുത്തുള്ളിൻ്റെ അല്ലിയൊക്കെ വേറിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം എത്ര ഉള്ളി വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഉള്ളി മാത്രമല്ലേ എടുക്കണുള്ളൂ, അപ്പോൾ ചെറിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കുക. ജസ്റ്റ് ചൂടാക്കിയാൽ മതിയാവും. എന്നിട്ട് ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഉള്ളിൻ്റെ പാത്രമല്ലേ, അതിലേക്ക് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ആ ചൂട് പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂട് ആറിയതിന് ശേഷം നമുക്ക് അതിൽ വെച്ചിട്ടുള്ള ആ ഉള്ളിയില്ലേ അതെടുത്തിട്ട് ഇതുപോലൊരു പാത്രം, ഇതുപോലൊരു ബോക്സ് എടുക്കുക. അപ്പോൾ ബോക്സ് എടുക്കുന്ന ടൈമിൽ ആ ബോക്സിൻ്റെ ഉള്ളിൽ തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഇത് നല്ല പോലെ അതുപോലെ നന്നായിട്ട് തന്നെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ തൊലി ഇതുപോലെ നല്ലോണം ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ കൂടുതൽ വെളുത്തുള്ളി എടുക്കണ്ടെന്നുണ്ടെങ്കിൽ വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ പാകത്തിനുള്ള പാത്രം എടുക്കുക. അപ്പോൾ കണ്ടോ, ഇത് എത്ര സിമ്പിളായിട്ടാണ് അറിയാം ഇതിൻ്റെ തൊലി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി ഇതുപോലെ 1-2 ഉള്ളി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ മതിയാവും. സിമ്പിളായിട്ട് ഇതിൻ്റെ തൊലി നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരുപാട് എടുത്തിട്ട് അത് പേസ്റ്റ് ആക്കിയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തൊലി കളഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ അല്ലേ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അത് കഴുകാനൊന്നും പറ്റില്ല കേട്ടോ. ഇനി അഥവാ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകിയിട്ട് ഒരു ടവലെടുത്തിട്ട് നല്ലോണം തുടച്ചെടുത്താൽ മതിയാവും. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.